ശന്തനു മഹാരാജാവിൻ്റെ മകൻ ദേവവ്രതൻ, ഗംഗേയനെന്നും ഗംഗാദത്തനെന്നും പേരുള്ള ദേവവ്രതൻ എന്ന യുവരാജാവ് രാജ്യഭാരം ഏറ്റെടുത്ത് രാജ്യം ഭംഗിയായി ഭരിക്കുകയാണ്. ആ സമയത്ത് വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ ശന്തനു മഹാരാജാവ് ഒരു വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഒരിക്കൽ ശന്തനു മഹാരാജാവ് ഗംഗാതീരത്തുകൂടി ഇങ്ങനെ ഉലാത്തുമ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി, ആ യുവതിയുടെ പേരാണ് സത്യവതി, അവരെ പരിചയപ്പെടുകയും കാണുകയും ചെയ്യും. കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വയസ്സായ സമയത്ത് പോലും ശന്തനു രാജാവിന് അവരോട് ഒരു ആഭിമുഖ്യം തോന്നിയിട്ട് അദ്ദേഹം എന്തു ചെയ്യും? അദ്ദേഹം ഇതാരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ആ പ്രദേശത്തുള്ള മുക്കുവ രാജാവ്, ദാശരാജാവ് എന്നാണ് പറയുന്നത്. കാരണം ദാശരാജാവ് എന്ന് പറയുന്നത് മുക്കുവരുടെ രാജാവായതുകൊണ്ടാണ്. അപ്പോൾ ദാശര പെൺകുട്ടിയാണ് സത്യവതി, ദാശരാജാവിൻ്റെ മകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്തു ചെയ്യുന്നറിയോ? ഈ ദാശരാജാവിനെ കാണാൻ ചെന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ മകളെ കണ്ടു, ഞാൻ ശന്തനു മഹാരാജാവാണ്, എൻ്റെ മകനാണിപ്പോൾ രാജ്യം ഭരിക്കുന്നത്, പിന്നെ എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് അയക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ദാശരാജാവ് ആള് വലിയ കണിശക്കാരനാണ്. അദ്ദേഹത്തിന് ഒരേ ഒരു മകളേ ഉള്ളൂ, സത്യവതി. അപ്പോൾ സത്യവതിയെ കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ അദ്ദേഹം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. അതായത് രാജാവ് സത്യവതിയെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മക്കളുണ്ടാവുമ്പോൾ ആ മക്കളായിരിക്കണം ശന്തനു രാജാവിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് രാജാവായിട്ട് വരേണ്ടത്. ഇതാണ് ദാശരാജാവിൻ്റെ ആവശ്യം. അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടി അടുത്ത രാജാവാകണം. ഇത് ശന്തനു രാജാവ് എങ്ങനെ സമ്മതിക്കും? അവിടെ യുവരാജാവായ ദേവവ്രതൻ നല്ല ഭംഗിയായിട്ട് ജനഹിതമറിഞ്ഞ് പ്രജാവത്സലനായ ഒരു രാജാവായിട്ട് യുവരാജാവായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകനാണ്. ആ മകനെ മാറ്റി നിർത്തിയിട്ട് ഇവളിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടി വളർന്നു വലുതായി കഴിയുമ്പോൾ രാജ്യം അവന് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയ വിഷമമായി. എൻ്റെ മകനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഇനി ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് രാജ്യം കൊടുക്കാമെന്ന് ഞാൻ എങ്ങനെ വാക്ക് കൊടുക്കും? അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി, നിരാശനായി, ഒന്നും മിണ്ടാതെ സാധ്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല. അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷേ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ സത്യവതിയുടെ മുഖമാണ്. ക്രമേണ രാജാവ് പല കാര്യങ്ങളിൽ നിന്നും അങ്ങ് പിൻവലിയാൻ തുടങ്ങി. സംസാരം ചുരുങ്ങി, ഉറക്കം കുറഞ്ഞു, പിന്നെ ഊണിലൊന്നും ആസ്ഥയില്ലാണ്ടായി. അങ്ങനെയൊക്കെ വലിയ ഒരു നിരാശ ബാധിച്ച ഒരാളെ പോലെ അച്ഛൻ ഇങ്ങനെ ഒരു മൗനിയായിട്ട് മാറുന്നത് ദേവവ്രതൻ ശ്രദ്ധിച്ചു. ഇങ്ങനെയല്ലായിരുന്നല്ലോ എൻ്റെ അച്ഛൻ, എന്നിട്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ പിൻവലിയാൻ കാരണം എന്നിങ്ങനെ ദേവവ്രതൻ ആലോചിച്ചു. രാജാവിൻ്റെ മനസ്സറിയുന്ന ഒരാളാണല്ലോ മന്ത്രി, അതുകൊണ്ട് മന്ത്രിയോട് ചോദിച്ചു കളയാം, എന്താ എൻ്റെ അച്ഛന് പറ്റിയത് എന്ന് വിചാരിച്ച് ദേവവ്രതൻ മന്ത്രിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നല്ലോ, എന്താ അച്ഛന് പറ്റിയത്? വലിയൊരു വ്യത്യാസം കാണുന്നു, ഒരു ഭാവവ്യത്യാസം, രൂപത്തിലും ഭാവത്തിലും ഒരശ്രദ്ധയും അലസതയൊക്കെ ആയിട്ട് എന്താ അച്ഛന് പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞു, അത് വേറൊന്നുമല്ല കുമാര, അച്ഛൻ ഇങ്ങനെ ഒരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായി. പക്ഷേ അതിനുവേണ്ടി ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ചെന്ന് ദാശരാജാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഇങ്ങനെയൊരു ഡിമാൻഡാണ് അങ്ങേര് മുന്നോട്ട് വെച്ചപ്പോൾ അച്ഛനതൊരിക്കലും സാധിക്കില്ല, അച്ഛന് സാധ്യമാവില്ല, അച്ഛനത് ചെയ്യില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അച്ഛൻ അതുകൊണ്ട് ചെയ്യാത്തത് കൊണ്ട് അച്ഛൻ മകളെ ഇങ്ങോട്ട് അയക്കില്ല എന്ന് പറഞ്ഞു. അച്ഛൻ നിരാശനായിട്ടിങ്ങ് പോന്നു. അതുകൊണ്ട് അതാണ് അച്ഛൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. പക്ഷേ ഉത്തമപുത്രന്മാരെപ്പോഴും എങ്ങനെയാണെന്നറിയാമോ? 3 തരത്തിലാണ് മക്കളുള്ളത്: ഉത്തമൻ, മധ്യമൻ, അധമൻ. ഒന്ന്, മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണെന്ന് നേരത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവൻ. രണ്ടാമത്തെ മധ്യമനായിട്ടുള്ള മകൻ അച്ഛൻ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ. അധമനായ മകനോ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അങ്ങനത്തെ മക്കളും ഉണ്ടില്ലേ? പക്ഷേ ദേവവ്രതൻ ഉത്തമപുത്രനായിരുന്നു. അതുകൊണ്ട് അച്ഛനിൽ നിന്നറിയാതെ മന്ത്രിയിൽ നിന്ന് ഇക്കാര്യം അറിഞ്ഞിട്ട് എന്തു ചെയ്തു എന്നറിയോ?
നേരെ ഈ ദാശരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പേര് ദേവവ്രതൻ, ഞാൻ ശന്തനു രാജാവിൻ്റെ മകനാണ്, അങ്ങയെ കാണാൻ വന്ന ഒരു പ്രത്യേക ആവശ്യത്തിനാണ്, അത് അങ്ങ് എനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അച്ഛൻ ഇവിടെ വന്നു, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ച കാരണം അച്ഛൻ മടങ്ങിപ്പോയി, അച്ഛന് വലിയ കുണ്ഠിതമായി പോയി ആ കാര്യത്തിൽ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് രാജ്യസിംഹാസനം വേണ്ട, ഞാൻ അടുത്ത രാജാവായിട്ട്, ഇപ്പോൾ യുവരാജാവേ ആയിട്ടുള്ളൂ, പക്ഷേ രാജാവായിട്ട് ഞാൻ വരൂല്ല, എനിക്ക് രാജ്യാവകാശം വേണ്ട, ഞാൻ അതിൽ നിന്ന് ഒഴിയാൻ തയ്യാറാണ്, പക്ഷേ അങ്ങ് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഏത് മക്കൾ പറയൂ ഇങ്ങനെ? പക്ഷേ ഈ നല്ലവനായ ഉത്തമപുത്രനായ ദേവവ്രതൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് രാജ്യം വേണ്ട, അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം, അച്ഛന് ഈ അമ്മയിലുണ്ടാകുന്ന മകനായിക്കോട്ടെ രാജാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദാശരാജാവ് ഇത്തിരി വക്രബുദ്ധിയാണ് കേട്ടോ. അദ്ദേഹം എന്തു പറഞ്ഞു എന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, കുമാരൻ പറഞ്ഞു കുമാരന് രാജ്യാവകാശം വേണ്ട, ശരി സമ്മതിച്ചു, പക്ഷേ കുമാരൻ ഇനി കല്യാണം കഴിച്ച് കുമാരന് മക്കളുണ്ടായി കഴിഞ്ഞാലോ? ആ ദേവവ്രതകുമാരൻ്റെ മകൻ എൻ്റെ അച്ഛൻ്റെ അച്ഛനായിരുന്നു രാജാവ്, എൻ്റെ അച്ഛൻ യുവരാജാവായിരുന്നു, അതുകൊണ്ട് എനിക്ക് രാജ്യാവകാശം വേണം എന്ന് പറഞ്ഞ് അധികാരം സ്ഥാപിക്കാൻ വന്നാലോ? അപ്പോൾ എൻ്റെ മകളുടെ മകൻ എന്തു ചെയ്യും? അപ്പോൾ ദേവവ്രതൻ പറഞ്ഞു, എനിക്ക് മകനുണ്ടാവുകയോ? ഞാൻ കല്യാണം കഴിച്ചാലല്ലേ എനിക്ക് മകനുണ്ടാവുകയുള്ളൂ. ഞാൻ സത്യം ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹമേ കഴിക്കില്ല, ഞാൻ ആജീവനാന്തം നിത്യബ്രഹ്മചാരിയായിട്ട് ഇരിക്കുമെന്ന് ഞാൻ ഇതാ ശപഥം ചെയ്യുന്നു, അങ്ങയുടെ മുന്നിൽ വെച്ച് സർവ്വദേവന്മാരെയും സാക്ഷികളാക്കി ഞാൻ ശപഥം ചെയ്യുകയാണ്, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരുന്നോളാം. ഉഗ്രശപഥം അല്ലേ? ശപഥം ചെയ്തതുകൊണ്ട് ആ സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അശരീരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ശബ്ദം മാത്രം കേൾക്കും, ആളിന് എവിടുന്നാ ശബ്ദം വരണത്, ആരാ പറയണമെന്നൊന്നും അറിയില്ല, അതിനാണ് അശരീരി എന്ന് പറയുന്നത്. അതുപോലെ ആകാശത്ത് നിന്ന് ഒരു അശരീരിയാണ് കേട്ടത്, ഭീഷ്മർ എന്നാണ് വിളിച്ചത്. ഭീഷ്മർ എന്ന് പറഞ്ഞാൽ ഉഗ്രപ്രതിജ്ഞ എടുത്തയാളെന്നാണ്. ഭീഷ്മപ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഭീഷ്മപ്രതിജ്ഞ എന്ന്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ ഭീഷ്മർ എന്നുള്ള പേരിങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ കേട്ടു. അതേസമയം ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. ഭീഷ്മരുടെ തലയ്ക്ക് മുകളിൽ ഭീഷ്മരുടെ ദേഹത്തുകൂടി ആകാശത്തുനിന്ന് ഇങ്ങനെ പുഷ്പവർഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ദാശരാജാവിൻ്റെ മുന്നിൽ ശപഥം ചെയ്തിട്ട് അദ്ദേഹം തന്നെയാണ് സത്യവതിയെ കൂടെ കൊണ്ടുപോയി അമ്മയുടെ സ്ഥാനത്ത് നിർത്തി കൂടെ കൊണ്ടുപോയി അച്ഛൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അച്ഛൻ ഇതല്ലായിരുന്നോ ആഗ്രഹം? ഇതല്ലേ അച്ഛൻ്റെ വ്യസനത്തിന് കാരണം, അച്ഛൻ്റെ നിരാശയ്ക്ക് കാരണം ഇതല്ലേ? ഞാൻ പരിഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മുന്നിൽ സത്യവതിയെ കൊണ്ട് നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാജാവ് ശന്തനു സത്യവതിയെ വിവാഹം ചെയ്യും. സത്യവതിയിൽ ശന്തനുവിനുണ്ടായ 2 മക്കളാണ് ചിത്രാംഗദനും വിചിത്രവീര്യനും. അവരിൽ നിന്നാണ് പിന്നെ കുരുവംശം, പിന്നെ പാണ്ഡവരുടെയും കൗരവരുടെയൊക്കെ അച്ഛന്മാരൊക്കെ ഉണ്ടാകുന്നത് ഇവരിൽ ഒരാളിൽ നിന്നാണ്. അത് നമുക്ക് പിന്നെ നോക്കാം കഥ.